ഹായ്, ഇന്ന് സാറ്റർഡേ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നമ്മുടെ താരകത്തിൽ ഇന്ന് നമ്മൾ ഒരു താരത്തെയാണ് പരിചയപ്പെടുന്നത്. നമുക്കറിയാം, എംബ്രോയിഡറിയുടെ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അഞ്ജനയാണ് നാം ഇന്ന് പരിചയപ്പെടുക. ഹായ് അഞ്ജന. ഹായ്. വൺ ഹാൻഡ് എംബ്രോയിഡറി എന്ന സംരംഭം വൻ വിജയമായി മാറിയിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ക്രിസ്മസ് വിശേഷങ്ങൾ ഈ പ്രാവശ്യത്തെ? ഇത്തവണത്തെ ക്രിസ്മസ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. വൺ ഹാൻഡ് എംബ്രോയിഡറിയുടെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. നല്ല തിരക്കിൽ പോകുന്നു, നല്ല സന്തോഷമുണ്ട്. അഞ്ജന ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറും അതോടൊപ്പം തന്നെ ഒരു ഇൻഫ്ലുവൻസറും ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ആയിത്തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്നാണ് എനിക്ക് പബ്ലിക്കിൽ നിന്ന് സപ്പോർട്ടൊക്കെ കിട്ടി. ഇത്ര പെട്ടെന്ന് ഈ ഒരു അറിയപ്പെടാൻ പറ്റുന്ന രീതിയിലേക്ക് എത്താൻ പറ്റിയത്. ദൈവത്തിന് എല്ലാവരെ പറ്റി ഒരു പദ്ധതി ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ ഒരു പദ്ധതി എന്നിൽ നിറവേറുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഞ്ജനയുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് ഇൻസ്പയർ ആയിട്ടുള്ളതായിട്ട് ഞാൻ പല സ്റ്റോറീസിലും ഇൻ്റർവ്യൂസിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അഞ്ജനയെ ഇൻസ്പയർ ചെയ്യുന്നത് ആരാണ്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ലൈഫ് പാർട്ണറാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒന്നുമല്ലാതിരുന്ന സമയത്ത്, ജോലിയൊക്കെ ഇല്ലാതെ ഞാൻ ഡൗൺ ആയിരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, എനിക്ക് ആ ഒരു ടൈം തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആൽവിനാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ ഇൻസ്പയർ ചെയ്തതും. ഈ വീഡിയോയിലും എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇത്രയും ചെയർഫുള്ളായിട്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നതും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഈ ക്രിസ്മസ് സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കുക നമ്മുടെ കുട്ടിക്കാലത്തെ ക്രിസ്മസ് ആണല്ലേ. അപ്പോൾ അഞ്ജനയുടെ കുട്ടിക്കാലത്തുള്ള ക്രിസ്മസ് എങ്ങനെയായിരുന്നു? അതൊന്ന് ഓർത്തെടുക്കാൻ സാധിക്കും? എൻ്റെ ചെറുപ്പത്തിലെ ക്രിസ്മസ് ഓർമ്മകൾ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതാണ്. കാരണം ഞാനൊരു ഗ്രാമത്തിലാണ് ജനിച്ച് വളർന്നത്. നമ്മുടെ ഇടുക്കി ജില്ലയിലല്ലേ? അതെ. അപ്പോ അവിടെ എന്ന് പറയുമ്പോ ഇവിടെ എറണാകുളം പോലെ സിറ്റി പോലെ അങ്ങനെ ഒരു സ്ഥലം അല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങള് വളരെ ചുരുങ്ങിയ ആഘോഷമാണ്. അതായത് വീടുകളിൽ സ്റ്റാർ ഇടും. പിന്നെ ലാസ്റ്റ് ദിവസം, അതായത് ക്രിസ്മസിന്റെ തലേ ദിവസവും ക്രിസ്മസിന്റെ അന്നുമാണ് ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷം ഉള്ളത്. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ആഘോഷം പോലെ ഞങ്ങൾക്ക് അവിടെ യൂണിറ്റ് വൈസ് മത്സരമാണ്. പള്ളികളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ യൂണിറ്റ് ആയിട്ട് മത്സരം പോലെ ഒരു ക്രിസ്മസ് ആഘോഷം പോലെ ഇങ്ങനെ വെക്കും. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് പ്രൈസ് ഉണ്ടാവും. അതല്ലാതെ മത്സരങ്ങളുണ്ടാവും, ക്രിസ്മസ് സോങ്ങിന്റെ മത്സരങ്ങളുണ്ടാവും. അതൊക്കെ എനിക്ക് ഭയങ്കര മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളാണ്. അതുപോലെ തന്നെ ഡിസംബർ 25 യൂണിറ്റ് വൈസ് ആയിരിക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷം. അത് ഞങ്ങളെ യൂണിറ്റുള്ള എല്ലാ അംഗങ്ങളും കൂടെ ഒരു വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോരോ വീടുകളിൽ കയറി ഇറങ്ങി ക്രിസ്മസ് സോങ് ഒക്കെ പാടി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഒരുപാട് രാത്രിയാവും, ഒത്തിരി ലേറ്റ് ആവും. ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ഒരു ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിരിയും. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര നന്മയുള്ളൊരു ക്രിസ്മസ് ആഘോഷമായിരുന്നു. എല്ലാവരും ഭയങ്കര ഒത്തൊരുമയോടുകൂടി ഞങ്ങൾക്ക് ലാസ്റ്റ് ക്രിസ്മസിന്റെ ആഘോഷം കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് അവർക്ക് ശബ്ദം ഉണ്ടാവില്ല. ഞങ്ങള് അത്രയും ആസ്വദിച്ച് അത്രയും ശബ്ദം എടുത്ത് അതെ അങ്ങനെ ഞങ്ങൾ തന്നെ പാട്ടൊക്കെ പാടി. എനിക്കത് സ്റ്റിൽ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. എന്റെ ക്രിസ്മസ് അതൊക്കെയാണ് എന്റെ ചെറുപ്പത്തിലെ എന്റെ ക്രിസ്മസ് ആഘോഷത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യം. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചാണ്, അതിനെയൊക്കെ അതിജീവിച്ചാണ് അഞ്ജന ഇന്ന് ഈ ഒരു നിലയിലൂടെ ആയിരിക്കുക. അപ്പോൾ ഈ പരിമിതികളെല്ലാം ഒരു അനുഗ്രഹമാക്കി മാറ്റിയ അഞ്ജനയ്ക്ക് എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. പരിമിതികൾ നമ്മളാണ് നിശ്ചയിക്കുന്നത്. നമ്മുടെ മനസ്സാണ് നമ്മുടെ പരിമിതികൾ നിശ്ചയിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനും എന്നെ അങ്ങനെ പിടിച്ച് കെട്ടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ താലന്തുകളെ നമുക്ക് കുഴിച്ചു മൂടാനുള്ളതല്ല. ദൈവം തന്നിരിക്കുന്നത് അത് ക്രയവിക്രയം ചെയ്ത് അതിനെ പരിപോഷിപ്പിക്കാനുള്ളതാണ്. അതിനെ കുഴിച്ചു മൂടാനുള്ള അവകാശം നമുക്കില്ല. അത് തന്ന ഉടയവരോട് നമ്മൾ ഉത്തരം നൽകേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ താലന്തുകളെ നമ്മൾ വർദ്ധിപ്പിക്കണം. അത് നമ്മുടെ കടമയാണ്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പരിമിതികൾ നമ്മളാണ് നിശ്ചയിക്കുന്നത്. ദൈവം നമുക്ക് പരിമിതികൾ തന്നിട്ടില്ല. ദൈവം നമുക്ക് താലന്തുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ താരകത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആയിരുന്നത് അഞ്ജനയാണ്. നമ്മുടെ ഇടവകയുടെ സ്റ്റാറായ വൺ ഹാൻഡ് എംബ്രോയിഡറി എന്ന സംരംഭത്തിന്റെ സ്ഥാപകയായ അഞ്ജനയാണ്. അപ്പോൾ അഞ്ജനയ്ക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ സംരംഭം ഇനിയും ഭാവിയിൽ വിജയകരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.